കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. 2 മാസത്തെ നീണ്ട വേനലവധിക്ക് വിരാമം. കളിച്ചിരികളും കുസൃതികളുമായി വിദ്യാലയ മുറ്റങ്ങൾ വീണ്ടും സജീവമായി. 1ാം ക്ലാസ്സിലേക്ക് എത്തിയ കുരുന്നുകളെ വരവേൽക്കാൻ മൂവാറ്റുപുഴ നഗരത്തിലെ സ്കൂളുകളിൽ വിപുലമായ പ്രവേശനോത്സവമാണ് ഒരുക്കിയത്. രണ്ടു മാസത്തെ നീണ്ട വേനലവധിക്ക് ശേഷം സ്കൂളുകൾ ഇന്ന് വീണ്ടും തുറന്നു. അക്ഷരമുറ്റങ്ങളിലേക്ക് തിരിച്ചെത്തിയ കുട്ടികളുടെ കളികളും ചിരികളുമായി വിദ്യാലയങ്ങൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. ദീർഘനാളത്തെ അവധിക്കാലത്തിന് ശേഷം എത്തിയ കുട്ടികളിൽ ചിലർ കൂട്ടുകാരെ കണ്ട സന്തോഷത്തിൽ കളിച്ചിരികളുമായി ഓടി നടന്നപ്പോൾ അമ്മമാരുടെ കൈവിടാതെ കരയുന്ന കുരുന്നുകളും വിദ്യാലയങ്ങളിലെ പതിവ് കാഴ്ചയായി. വിദ്യാഭ്യാസത്തിന്റെ ആദ്യപടിയായി 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുരുന്നുകളെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി മൂവാറ്റുപുഴയിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് സ്കൂൾ അധികൃതർ ഒരുക്കിയിരുന്നത്. വർണ്ണാഭമായ ബലൂണുകളും തോരണങ്ങളും മിഠായികളും സമ്മാനങ്ങളുമായിട്ടാണ് അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും ചേർന്ന് പുതിയ കൂട്ടുകാരെ സ്വീകരിച്ചത്. കുട്ടികളുടെ ഉള്ളിലെ സ്കൂൾ ഭയം മാറ്റി പഠനം ഒരു ഉത്സവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷത്തെയും പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് മൂവാറ്റുപുഴയിൽ ഇത്തവണത്തെ പ്രവേശനോത്സവ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് വിമുക്തവും പരിസ്ഥിതി സൗഹൃദവുമായ അന്തരീക്ഷത്തിലാണ് കുട്ടികളെ വരവേറ്റത്. വാഹനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും പരിശോധനയും അറ്റകുറ്റപ്പണികളും നടത്തി മികച്ച പഠനാന്തരീക്ഷമാണ് സ്കൂളുകളും വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയത്. ജില്ലാതല പ്രവേശനോത്സവം മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ദിവസങ്ങളായി തുടർന്ന മഴ മാറി കാലാവസ്ഥ തെളിഞ്ഞത് വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവത്തിന് അനുകൂലമായി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.